ഹലോ ഗൈസ്, നമ്മളൊരു നാട്ടിൽ നിൽക്കുമ്പോൾ ആ നാട് നല്ലൊരു നാടായിരുന്നിരിക്കാം, ചുറ്റുപാടുള്ളവർ നല്ല നമ്മുടെ കൂടപ്പിറക്കപ്പോഴുള്ള ആൾക്കാരായിരുന്നിരിക്കാം. പക്ഷേ അവർ കേട് വരുന്നത് എപ്പോഴാണ്? അവർ ലഹരി മരുന്നുകൾക്ക് അടിമയാകുമ്പോഴാണ്. ലഹരികൾക്ക് അടിമയായാൽ നമ്മളെ അയൽവക്കക്കാരും അല്ലാത്തവരും നമ്മളെ ഒരുപോലെ നല്ലപോലെ സ്നേഹിച്ച ആൾക്കാരും ഒക്കെ ലഹരിക്ക് അടിമയായാൽ മാറിക്കഴിയും കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആർക്കും പറഞ്ഞാൽ വിശ്വാസമില്ല. പക്ഷേ ഓരോരുത്തരും ഇന്ന് പിന്നെ നല്ല വെള്ളടീൻ്റെ ആൾക്കാരായിരിക്കും. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഈ മനുഷ്യന്മാർക്ക് മാറ്റം സംഭവിക്കുന്നത്. ഇപ്പം നമ്മൾ വേറൊരാൾക്ക് നമ്മളെ വീട്ടിലായാലും നമ്മളെ മക്കൾ ലഹരി കൊടുന്ന് വിൽക്കുമ്പോൾ പണം ഉണ്ടാക്കുമ്പോൾ നമ്മൾ അത് രണ്ട് കൈ നീട്ടി വാങ്ങി സന്തോഷിച്ചിരിക്കുന്ന ഓരോ വീട്ടുകാരോടാണ് പറയാനുള്ളത്. നിങ്ങൾ വേറുള്ളവർക്ക് അത് കൊടുത്ത് അവരുടെ പൈസ വാങ്ങി വെച്ച് അവർ നാശമാകുമ്പോൾ നിങ്ങളെ മക്കളും ഇത് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പം നിങ്ങളെ മക്കളും അതിലേറെ വലിയൊരു അപകടത്തിലാക്കിയാണ് പോകുന്നത് എന്നുള്ളത് ഓരോ അമ്മമാരും അച്ഛന്മാരും മനസ്സിലാക്കണം. അതുകൊണ്ട് ലഹരിക്കെതിരെ എല്ലാ അച്ഛനും അമ്മമാരും നാട്ടുകാരും പ്രവർത്തിച്ചാൽ മാത്രമേ ഉള്ളൂ നാട് നന്നാവുക. നല്ല നല്ല കുട്ടികളൊക്കെയാണ് നാശമായിക്കൊണ്ടിരിക്കുന്നത്. ഈ നാശമായിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ കാരണമാണ് ആ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് മാറേണ്ടി വരുന്നത്. അപ്പോൾ നല്ല കുട്ടികൾ നല്ലതായി തന്നെയാണ് എല്ലാവരും കാണുള്ളൂ. പക്ഷേ ലഹരിക്ക് അടിമയായാൽ ആ കുട്ടികൾ മാറും. അത് കണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവുള്ളൂ. അതാണ് ഇന്നത്തെ വോയിസിലൂടെ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും ജാഗ്രത പാലിക്കുക.